വീണ്ടും ശശി തരൂരിനെതിരെ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ മുറിക്കണമെന്നും തരൂരിന് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ് എന്നും ഇനി BJP-യിലേക്ക് പോയാലും കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കേന്ദ്രമൊരുക്കിയ വിരുന്നിൽ തരൂർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചോദിച്ച് വീഡിയോയും ഇട്ടു. ഇതിന് പിന്നാലെയാണ് തരൂരിനെ ഉണ്ണിത്താൻ പ്രകോപിപ്പിക്കുന്നത്. ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ BJP-യിൽ പോകില്ല എന്ന് മനസ്സിലാക്കണം. അച്ചടക്കമുള്ള പ്രവർത്തകർ പണിയെടുത്തതിൻ്റെ ഫലമായാണ് വലിയ വിജയം അദ്ദേഹത്തിന് ഉണ്ടായത്. മികച്ച പരിഗണനയാണ് എല്ലാ തവണയും അദ്ദേഹത്തിന് കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ച മോദിക്ക് തരൂർ പിന്തുണ നൽകുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ എത്രത്തോളം വിഷമിക്കും. വലിയ അപരാധമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഭാര്യ സുനന്ദ പുഷ്കർ മരിച്ച കേസിൽ എല്ലാവരും വേട്ടയാടിയപ്പോൾ ഒപ്പം നിന്നത് കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യമൊന്നും നടപ്പാക്കുന്ന കാര്യമല്ല. തരൂർ താഴത്ത് കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണുമെന്നും ഉണ്ണിത്താൻ പറയുകയാണ്. നടപടി സ്വീകരിച്ച് രക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടി വിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അതിന് കോൺഗ്രസ് തയ്യാറല്ല എന്നും എന്താണെങ്കിലും കോൺഗ്രസിന് ഗുണമുള്ള പ്രവർത്തനമല്ല തരൂർ നടത്തുന്നത് വ്യക്തമാണ് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി പ്രവർത്തക സമിതി അംഗം ശശി തരൂർ കഴിഞ്ഞയാഴ്ച രംഗത്ത് വന്നിരുന്നു. രാംനാഥ് ഗോയങ്ക അനുസ്മരണ പ്രഭാഷണത്തിൽ മോദിക്കൊപ്പം പങ്കെടുക്കാനായതിൽ സന്തോഷമുണ്ട് എന്നും തരൂർ അന്ന് പറഞ്ഞിരുന്നു. മോദിയെ തുടർച്ചയായി പുകഴ്ത്തുന്ന തരൂർ കഴിഞ്ഞിടയ്ക്ക് ലേഖനത്തിലൂടെ നെഹ്റു കുടുംബത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ അത്താഴ വിരുന്നിൽ തരൂർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും തഴഞ്ഞ സ്ഥാനത്തേക്കാണ് തരൂർ പോയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി സ്തുതി വർദ്ധിപ്പിക്കുകയാണ് തരൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടുമെടുത്തു. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ BJP കോൺഗ്രസ് വേർതിരിവില്ല എന്ന് പ്രഖ്യാപിച്ചാണ് തരൂരിൻ്റെ പോക്കും. തരൂരിനെതിരെ നടപടിക്ക് കോൺഗ്രസ് ആലോചനയുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകളുണ്ട്. തരൂരിൻ്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ചില വ്യക്തികളുടെ സ്തുതി പാർട്ടിയെ ബാധിക്കില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രപതി ഭവനിലെ ഭക്ഷണത്തിൻ്റെ രുചിയെ പുകഴ്ത്തിയ തരൂരിന് പാർട്ടിയിൽ നിന്ന് ലഭിച്ച പ്രതികരണം അത്ര രുചികരമായിരുന്നില്ല. പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ചില വ്യക്തികളുടെ സ്തുതി പാർട്ടിയെ ബാധിക്കില്ല എന്നും പറഞ്ഞ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉചിതമായ സമയത്ത് വിഷയം ചർച്ച ചെയ്യുമെന്നും പറഞ്ഞിരിക്കുകയാണ്. ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണമില്ലാത്ത വിരുന്നിൽ പങ്കെടുത്ത തരൂർ സ്വന്തം മനസാക്ഷിയോടെങ്കിലും ആലോചിക്കണം എന്നായിരുന്നു കോൺഗ്രസ് വക്താവ് പവൻ ഖേര തുറന്നടിച്ചിരുന്നത്. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചത് എന്നാണ് തരൂരിൻ്റെ പ്രതിരോധം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പാർലമെന്റ് പ്രതിനിധി സംഘത്തെ നയിക്കാൻ പാർട്ടി അനുമതിയില്ലാതെ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു വിശദീകരണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ പോലും ക്ഷണിക്കാത്ത വിരുന്നിൽ എങ്ങനെയാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഉൾപ്പെടുത്തുന്നത് എന്ന് കോൺഗ്രസ് ചോദിക്കുകയാണ്. മറ്റ് നേതാക്കളെ ക്ഷണിക്കാത്തത് തനിക്ക് അറിയില്ല എന്നും തരൂർ പ്രതികരിക്കുന്നുണ്ട്. ഇതിനിടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ച് തരൂർ വീഡിയോയും ഇട്ടത്.